ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആയിരിക്കാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റക്കാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉള്ളത്. അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അത് സ്റ്റക്കായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ക്ലാരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ പേജ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചായിരിക്കാം നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ മാത്രം കമ്മിറ്റഡായി നിൽക്കുകയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്. നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു സമയം വളരെയധികം സങ്കടമാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ വളരെയധികം കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഇപ്പോൾ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് വളരെയധികം, അതായത് ഈ ഒരു പേഴ്സണെ വളരെയധികം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ ഒരു പേഴ്സണെ. പക്ഷേ നിങ്ങൾ കരുതുന്നത് ഇത് നിങ്ങളുടെ സോൾമേറ്റാണ്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ സമയം തൊട്ടേ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സോൾമേറ്റ് ലൈഫിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുകയും നമ്മൾ നോക്കിക്കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് തന്നെ, ജീവിതത്തെ നോക്കിക്കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് തടസ്സം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ ആ ഒരു പ്രണയം സ്വന്തമാക്കും എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ ഒരു സമയം. അതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അല്ല ഞാൻ നോക്കിയത്, നിങ്ങളുടെ എനർജിയാണ് ഞാൻ നോക്കിയത്. നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു, അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാനായിട്ട് ഈ ഒരു സമയം ഒരുക്കമാണെന്നാണ് കാണുന്നത്. കാരണം ഈ ഒരു പേഴ്സണെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ആരോടും തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് നിങ്ങൾക്ക് പോകാൻ തോന്നാത്തത്. നിങ്ങളുടെ ഫീലിങ്സ് നോക്കാം. നിങ്ങൾ വളരെയധികം റൊമാൻറ്റിക്കാണ്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർക്ക് നൽകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ റെഡിയാണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു, ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം, അതായത് നിങ്ങളുടെ ഏത് ടഫ് സിറ്റുവേഷനിലും നിങ്ങളെ ഒരു പുതിയ ഒരാളാക്കി മാറ്റാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്ട്രെങ്ത് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ നിങ്ങളെ ആ ഒരു സമയത്തൊക്കെ കെയർ ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വൈസ് തരികയും ഒക്കെ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ടും സാധിക്കുന്നില്ല. കാരണം ഈ ഒരു പേഴ്സൺ വളരെയധികം പ്രിഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിൽ വന്ന, അതായത് ഈ യൂണിവേഴ്സ് കൊണ്ടുവന്ന ഒരു മിറാക്കിളാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് നിങ്ങൾക്ക് പോകാനായിട്ടും സാധിക്കുന്നില്ല. കാരണം ഈ ഒരു പേഴ്സണുമായിട്ടൊരു ഒരു ജീവിതമാണ് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല. കാരണം ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ജീവിതം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്ക് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. അതായത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നുണ്ടായിരിക്കാം. എനിക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി ഒരുപാട് എഫേർട്സ് ഇട്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒന്നും എല്ലാം ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയായിരിക്കാം. കാരണം ഒന്നും പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം ഈ ഒരു സമയം. നിങ്ങൾക്ക് ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും സങ്കടമാണെങ്കിലും അതൊന്നും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു സമയം ഒരു ഡിസിഷനാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരു ഡിസിഷനിൽ എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ചിന്തകളിൽ ആ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നു. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയം വിചാരിക്കുന്നത് ഇനി എത്രയൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് നിലനിർത്തണം, അല്ലെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. അത് കാരണം ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ്. കാരണം വളരെ ആഴത്തിലുള്ളൊരു പ്രണയം തോന്നുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇത് നിങ്ങളുടെ സോൾമേറ്റാണ്. കാരണം ദി ലവേഴ്സ് ആൻഡ് 2 ഓഫ് കപ്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് വളരെയധികം കാണുന്നു. അതുകൊണ്ട് തന്നെ മറ്റാരോടും തോന്നാത്ത ഒരു പ്രണയം ഈ ഒരു പേഴ്സണോട് തോന്നുന്നതായിട്ട് കാണുന്നു. കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊരു മുൻജന്മ ബന്ധം എന്ന പോലെ തോന്നിയിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സണോട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ, അതായത് ഒരു ഡീപ്പറായിട്ടുള്ളൊരു സോൾ കണക്ഷൻ ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. യൂണിവേഴ്സായിട്ടാണ് നിങ്ങളെ ഈ ഒരു ജീവിതത്തിൽ മീറ്റ് ചെയ്യിപ്പിച്ചതെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ജീവിതാവസാനം വരെ അവർ നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണെ സ്വന്തമാക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളിപ്പോൾ കരുതുന്നത് ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഈ ഒരു സമയം നിൽക്കുന്നത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സണെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അതുപോലെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ആരേലുമൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. എങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരെയൊക്കെയോ ഭയക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. അത് കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ഒരു പേഴ്സണെ നഷ്ടമാകുമോ എന്നുള്ളൊരു ഭയം ഉള്ളതായിട്ട് കാണുന്നു. ഈ ഒരു പേഴ്സൺ നഷ്ടമാകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരെയൊക്കെ എതിർക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അത് കാരണം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയം വളരെയധികം മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ഭയമായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഭയവും സങ്കടവുമാണ് ഈ ഒരു സമയം ഉണ്ടാകുന്നതെന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ പഴയതിലും ശക്തമായി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ എനർജി എനിക്ക് നോക്കുമ്പോൾ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പഴയതിലും, അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്കാണെങ്കിൽ, അതായത് പഴയതിലും ശക്തമായി ആ ഒരു റിലേഷൻഷിപ്പിനൊരു മൂവ്മെൻ്റ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്താണ് നിങ്ങളുടെ പേഴ്സണും ഉള്ള ഫ്യൂച്ചർ നോക്കാം. ഇവിടെ ഫ്യൂച്ചർ എനർജിയിൽ ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്, അതായത് ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു മുൻജന്മ ബന്ധമുണ്ട്. അതായത് ഒരിക്കലും അവസാനിച്ചു പോകുന്ന ഒരു പ്രണയമല്ല എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് നമുക്കിവിടെ ഏസ് ഓഫ് കപ്സ് കിട്ടിയത്. അതായത് എന്ത് സിറ്റുവേഷൻ വന്നാലും അതങ്ങനെ അവസാനിച്ചു പോകുന്ന ഒരു പ്രണയമല്ലെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഉണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി നോക്കുമ്പോൾ ഇവിടെ ഒരു റീയൂണിയൻ, അതായത് ഒരു സ്പിരിച്വൽ യൂണിയനാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഫ്യൂച്ചറിൽ വളരെ സന്തോഷമുള്ള ഒരു ലൈഫാണ് വരാൻ പോകുന്നത്. അതാണ് എനിക്ക് നിങ്ങളുടെ എനർജിയിൽ എനിക്ക് കിട്ടിയത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ. കാർഡ്സ് ഷഫിൾ ചെയ്തില്ല, അതിനുള്ളിൽ തന്നെ കാർഡ്സ് വന്നു. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയത്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വേറൊരു വ്യക്തി കൂടി ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരേണ്ട സ്നേഹത്തിനും സമയത്തിനും ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു പേഴ്സൺ ലൈഫിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ മുഴുവൻ സമയവും എനർജിയും അല്ലെങ്കിൽ സ്നേഹവും ഒന്നും മുഴുവനായിട്ട് തരാനായിട്ട് ആ ഒരു പേഴ്സണ് കഴിയുന്നില്ല. അതാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്ന ഒരു തേർഡ് പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് നമുക്കിവിടെ 3 ഓഫ് കപ്സ് കിട്ടിയത്. പക്ഷേ നിങ്ങളോടുള്ള എനർജി നോക്കട്ടെ, നിങ്ങളോടുള്ള ഫീലിങ്സ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി വളരെയധികം ഗാഢമായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അതായത് നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. മേ ബി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകർ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. അതായത് മറ്റുള്ളവരുടെ കണ്ണിലുണ്ണി ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ സ്റ്റാർ ആയിരിക്കാം, ആക്ടർ ആയിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻ, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ടാണ് ഈ ഒരു റിലേഷൻ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു.
ദി സ്റ്റാർ കാർഡ് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങളുടെ എനർജിയിലും ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരുപാട് ഫാൻസ് ഉള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ കരുതുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറീസിനുള്ളിലാണ് നിൽക്കുന്നത്. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അത് കാരണം അവരുടെ ഫീലിങ്സ് ഒന്നും എല്ലാം ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല. കാരണം ആ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഓൾറെഡി ഞാനൊരു പേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് ഫിയേഴ്സും അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു ധൈര്യവും ഒന്നും ഈ ഒരു സമയം ഉള്ളതായിട്ട് കാണുന്നില്ല. അതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പാസ്റ്റിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അതായത് ഇപ്പോൾ അവരുടെ കറണ്ട് ലൈഫിൽ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയായിരുന്നല്ലോ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കിട്ടിയായിരുന്നു. അവരുടെ ലൈഫിൽ ഒരു പേഴ്സൺ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ലൈഫിലെ പ്രോബ്ലംസുകളെല്ലാം തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു ട്രാൻസ്ഫോർമേഷനും ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് മുറിവുകളും സമ്മാനിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് ഫിയേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല ഒരു ആക്ഷൻ എടുത്ത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിർക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും എന്നുള്ളത് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളും ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമെന്ന് നിങ്ങളുടെ എനർജിയിലും എനിക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ എനർജിയിലും കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അഥവാ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്ത് അല്ലെ എതിർത്ത് നിന്ന് മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ഒരു സങ്കടമാണ് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നത്. കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. മേ ബി ആ ഒരു വ്യക്തി ഭയക്കുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. അതായത് കുട്ടികൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അതായത് ഈ ഒരു അവസ്ഥയ്ക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജഗ്ലിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച്, നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ നോക്കിയപ്പോൾ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നോക്കിയപ്പോൾ ഒരു സ്പിരിച്വൽ യൂണിയൻ ആയിരുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ കണ്ടത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കിയപ്പോൾ ഇവിടെ ഒരു സക്സസ് ആണ് കാണുന്നത്. അതായത് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുന്നുണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു വ്യക്തി വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ഒരു സമയം ഉള്ളത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം. കാരണം ആ ഒരു വ്യക്തിയുടെ വാക്കുകൾ കൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊരു ഹീലിംഗ് കിട്ടുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസും ഉണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ, നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫിൽ ഒരു സക്സസ് ആണ് ഫ്യൂച്ചർ എനർജിയിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഈ ഒരു പേഴ്സൺ വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. മറ്റാരും കൊടുക്കുന്നതിലും കൂടുതൽ സ്നേഹം നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം ഈ ഒരു പേഴ്സൺ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ വിട്ടിട്ട് അവർക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം ആ ഒരു വ്യക്തി വിട്ട് കളയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരു കാർഡോടെ നോക്കാം. നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ യൂണിയനാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ജന്മം നിങ്ങൾ മീറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ആ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ ലൈഫിൽ എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവരുടെ ഇപ്പോഴത്തെ എനർജിയിൽ എന്ത് വേണേലും ലൈഫിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ലൈഫിൽ തോറ്റുപോയെന്ന് ഇപ്പോൾ കരുതുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ നിന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിൽ തോറ്റുപോയി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തോറ്റുപോയെന്ന് കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്, നിങ്ങൾ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണിത്. അതായത് നിങ്ങളുടെ ലൈഫിനെ പറ്റി കൂടുതൽ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക, ആ ഒരു ഉറച്ച ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചിട്ട്. അതായത് എൻ്റെ റിസൾട്ടിനെ പറ്റി നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയൂ, അല്ലെ ആ ഒരു ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ഒരു കാർഡൂടെ നോക്കാം. ഒരു കാർഡ് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് 3 കാർഡാണ് നിങ്ങൾക്ക് വേണ്ടി തന്നത്. ഈ ഒരു സമയം യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളൊരു ഡിസിഷനിൽ എത്തിച്ചേരുമല്ലോ. ആ ഒരു ഡിസിഷനിൽ എത്തിച്ചേരുമ്പോൾ ആ ഒരു ഡിസിഷൻ, അതായത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഡിസിഷൻ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മെൻ്റൽ ക്ലാരിറ്റി വരാനായിട്ട് നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയും, സിറ്റുവേഷനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സോളിനെ മനസ്സിലാക്കി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾക്കൊരു ക്ലാരിറ്റിയിലേക്ക് എത്തുക, ഒരു ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയം, അതായത് ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിലും ശക്തമായി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. 8 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് എവിടെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവിടെ നിന്ന് ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് നമുക്ക് 8 ഓഫ് വാൻഡ്സ് കിട്ടിയത്. എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഏത് വഴി തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ലൈഫിൽ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ മാറുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം മെഡിറ്റേഷൻ ചെയ്യുക, എന്നിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക, ആ ഒരു റിസൾട്ട് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ മാനിഫെസ്റ്റ് ചെയ്യുക. അതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. നേച്ചർ, വയനാട്, ജാനുവരി, സോൾമേറ്റ് കണക്ഷൻ, അനിഴം നക്ഷത്രം, 1995, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഇതെല്ലാം നമുക്ക് ആ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ കിട്ടിയായിരുന്നു. 1994, 1986, വിശാഖം നക്ഷത്രം, ഡിസംബർ 37, വയലറ്റ് കളർ, വിത്തിൻ 24 hours, വിത്തിൻ 48 hours, യെസ് പോസിബിൾ, മകം നക്ഷത്രം, ആയില്യം നക്ഷത്രം, ബ്ലൂ കളർ, ടുമോറോ 27, 2000, മെറൂൺ കളർ 29, നമ്പർ 15, ഡ്രൈവർ 1973, ലെറ്റർ N, മൈസൂർ, ലെറ്റർ T, നമ്പർ 6, 1990, നമ്പർ 33, ധനു മന്ത് 1 month, മൂവീസ്, നമ്പർ 5, കോഴിക്കോട്, സോഷ്യൽ മീഡിയ. മേ ബി ഈ ഒരു പേഴ്സണെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം പരിചയപ്പെട്ടുള്ളത്. ഇടവം, ട്വിൻ ഫ്ലെയിം കണക്ഷൻ, നമുക്കിവിടെ സോൾമേറ്റ് കണക്ഷൻ കിട്ടിയിരുന്നു, ട്വിൻ ഫ്ലെയിം കണക്ഷൻ കിട്ടിയിരുന്നു, പാസ്റ്റ് ലൈഫ് കണക്ഷൻ കിട്ടിയിരുന്നു. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു യൂണിവേഴ്സ് പറയുന്നത്. 1982, ഇടുക്കി, ലെറ്റർ Z, നമ്പർ 53, നമ്പർ 47, ലെറ്റർ F, ഗാർഡനിങ്, 62, 51, പിങ്ക് കളർ, മാർച്ച് മന്ത്, മൂന്നാർ, ലെറ്റർ U, മൺഡേ, ഉത്രം നക്ഷത്രം, ട്യൂസ്ഡേ, മുംബൈ, നമ്പർ 30, 1 week, വിത്തിൻ 72 hours, 36, നവംബർ, ഫെബ്രുവരി, ഫോട്ടോഗ്രാഫി. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിലും ശക്തമായി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത്. ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്ക് ആണെങ്കിലും അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്.